ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അതായത് വെഡ്ഡിങ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പം എനിക്ക് സാധാരണ കേക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം വെഡ്ഡിങ് കേക്ക് ചെയ്യാനാണല്ലോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണം. എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഏത് കേക്കാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വെഡ്ഡിങ് കേക്കിന് ഓർഡർ വരുന്നത് കേട്ടോ. നോമ്പൊക്കെ ആയിട്ട്, നോമ്പിൻ്റെ മുന്നേ തന്നെ ആയിട്ട് വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡർ ഇല്ലാണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻസും ടിൻ സൈസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ടപ്പം അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടിന്നുകളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത്ര ഹൈറ്റുള്ള കേക്ക് കിട്ടണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 3 kg ആണ്. ഞാനിവിടെ എല്ലാ ടിൻ സൈസും 2 എണ്ണം വീതമാണ് എടുക്കാറുള്ളത് കേട്ടോ. ഫസ്റ്റ് ഞാൻ താഴത്തെ കേക്ക് കൊടുക്കുന്നത് 9 ഇഞ്ചിലും, പിന്നെ അതിൻ്റെ മുകളിലുള്ളത് 7 ഇഞ്ചിലും, പിന്നെ അതിൻ്റെ ടോപ്പിലുള്ള കേക്ക് 5 ഇഞ്ചിലുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം 2 ടിൻ സൈസുകൾ 2 എണ്ണം ഇതാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ലെയേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 3 kgൻ്റെ ബാറ്റർ ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്യും. എന്നിട്ട് ഈ 6 പാത്രങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടുതൽ പാത്രങ്ങൾ യൂസ് ചെയ്യണതുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉള്ളതിനേക്കാളും 1-2 ലെയർ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ കൂടുതൽ ഹൈറ്റിലൊക്കെ കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സൈസിലുള്ള 2 ടിന്നുകൾ എടുത്തിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലെല്ലാത്തിലും ഞാൻ ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ബേക്കായി വന്നതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കേക്കിന് ഞാൻ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ക്രീം ഏതാണെന്ന് നോക്കാം, കളർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ റൂബി കളറാണ് ഞാൻ ഈ ഒരു കേക്കിന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ സെയിം ഡെക്കറേഷന് മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അന്ന് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏതാ കളറ്, ഏതൊക്കെ ടിൻ സൈസുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വെച്ചു. സെയിം ഡെക്കറേഷൻ തന്നെ വന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് റൂബി കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഈ ഒരു കളർ മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ മിക്സ് ആക്കി കഴിഞ്ഞപ്പം ഇതുപോലെ ലൈറ്റ് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത്. ഇതൊരു ബേബി പിങ്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ലൈറ്റ് പിങ്കാണ് വന്നിട്ടുള്ളത്. ഒരു നല്ലൊരു കളറാണ് കേട്ടോ. ഈ ഒരു കളർ വെച്ചിട്ട് നമുക്കിതിനൊന്ന് ഫുള്ളൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കണം. ഈ കേക്ക് 9 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്ത കാരണം നമുക്ക് 5 ലെയേഴ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് ഒറ്റ ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ലെയേഴ്സേ കിട്ടുള്ളൂ. പിന്നെ കൂടുതൽ ബാറ്റർ ഒഴിക്കാൻ കഴിയില്ലല്ലോ. ഇനി ഈ ഒരു കേക്കിന് നമുക്കൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഡെക്കറേഷനിൽ ആദ്യം ചെയ്ത കേക്കിലും അതുപോലെ രണ്ടാമത് ചെയ്ത കേക്കിലും നല്ല ഷാർപ്പ് എഡ്ജാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു കേക്കിനെ നന്നായിട്ട് ഷാർപ്പ് എഡ്ജ് വരുത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൂളാവാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് 5 ഇഞ്ച് സൈസിലുള്ള കേക്കാണ്. അപ്പം ഇതിൻ്റെ ടോപ്പിലും അതുപോലെ താഴത്തെ കേക്കും സെയിം കളർ തന്നെ, സെൻറ്ററിലുള്ള കേക്ക് മാത്രമേ കളർ ചേഞ്ച് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ സെയിം പിങ്ക് കളർ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കേക്കിന് ഫൈനൽ കോട്ടിങ് ചെയ്യണത്. നല്ല ഷാർപ്പ് എഡ്ജാക്കി എടുക്കണുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് എടുത്തിട്ടുണ്ട്. ഇതും ടോട്ടൽ 5 ലെയേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന പിങ്ക് കളറിൽ കുറച്ച് കളർ ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള കളർ കുറച്ച് 2-3 ഡ്രോപ്സാണ് ഇറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വേണ്ട കേട്ടോ. ഇറ്റിച്ചിട്ട് അതിൻ്റെ കളറൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു കളർ എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ലൈറ്റ് പിങ്കും റൂബി പിങ്കും അതുപോലെ സ്കിൻ ടോണും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കളർ കിട്ടും. പിന്നെ ഞാൻ മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് കൊടുക്കാം, അതിൻ്റെ ലിങ്ക് അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ആ ഒരു കറക്റ്റ് കളർ കിട്ടാൻ ആ വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ഇതിൽ ചെയ്തതിൽ കളർ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാ സെൻറ്ററിലുള്ള ആ ഒരു കേക്കും ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ്, വേറൊരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊന്ന് മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട് ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇവാപ്രെക്സ് എടുത്തിട്ടുണ്ട്. ഇവാപ്രെക്സിൽ കുറച്ച് ഡസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു കളർ വരുന്നത്.
അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോപ്പർ കളറാണ് കേട്ടോ. കോപ്പർ കളറും പിന്നെ അതുപോലെ ഗോൾഡൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ കുറച്ച് മാത്രം യൂസ് ചെയ്താലും ഈ ഒരു കളർ കിട്ടും. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ കേക്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റോസ് ഗോൾഡാണ്. റോസ് ഗോൾഡ് ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു 2 കളറും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇനി ഇതിനൊന്ന് ഞാൻ പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഗോൾഡൻ ടച്ചൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിനെ ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു കോപ്പർ കളറും അതുപോലെ ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ 3 കേക്കിനും ഇവിടെ ഷാർപ്പ് എഡ്ജൊക്കെ ആക്കിയിട്ട് നല്ല കറക്റ്റിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് സ്റ്റാക്ക് ചെയ്യണം. സ്റ്റാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ, വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാക്കിങ് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3 കേക്കിനും ഇവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തെ കേക്ക് 9 ഇഞ്ചും അതിൻ്റെ മുകളിലത്തെ 7 ഇഞ്ചും പിന്നെ അതിൻ്റെ ടോപ്പിലുള്ളത് 5 ഇഞ്ചും ആണ്. അപ്പോൾ എല്ലാ കേക്കും 5 ലെയേഴ്സ് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഇതിനൊരു മാച്ചായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 എണ്ണം താഴെയും 2 എണ്ണം ടോപ്പിലായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളറിലുള്ള ലീവ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലീവ്സൊക്കെ കുറച്ച് മാത്രമേ വെച്ച് കൊടുക്കണുള്ളൂ, ആ ഒരു എലഗൻറ്റ് ലുക്ക് കിട്ടാനായിട്ടോ. കൂടുതൽ ഗ്രീൻ കളറൊന്നും ഇല്ലാത്തൊരു ഡെക്കറേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സിൽവർ ലീവ്സും കൂടി സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ടോപ്പിലായിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസിൻ്റെ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ 3 ടയർ കേക്കും 2 ടയർ കേക്കൊക്കെ എങ്ങനെ എത്ര ഹൈറ്റ് കിട്ടണമെന്നുള്ള കുറേ പേര് ഡൗട്ടായിരുന്നു. അപ്പോൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വലിയ ഓവണൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഓരോ ബേക്കിംഗ് ടിന്നും 2 എണ്ണം വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഹൈറ്റുള്ള കേക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സും അതുപോലെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് കേക്കൊന്ന് ചെയ്ത് നോക്കുക. നല്ല ഹൈറ്റുള്ള കേക്ക് നിങ്ങൾക്കും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്